എവരിവൺ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റിങ്സ് എന്നാണ്. റിങ്സ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ഭാഗത്തിൽ റിങ്സ് എന്നാണ് ആൾജിബ്രയിൽ വരുന്നതാണ്. അപ്പോൾ എന്താണ് ഒരു റിങ്? നമ്മൾ പഠിച്ചു എന്താണ് ഒരു ഗ്രൂപ്പ്. ഗ്രൂപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ജി സ്റ്റാർ എന്നാണ്. ഇതിനെ നമ്മൾ പറയുക ബൈനറി സ്ട്രക്ചർ ഓർ ആൾജിബ്രൈക് സ്ട്രക്ചർ എന്ന് പറയും. ആൾജിബ്രൈക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റും അതിൽ ഒന്നോ ഒന്നിൽ കൂടുതലോ ബൈനറി ഓപ്പറേഷൻസും കൂടിയതാണ്. ഓക്കെ, ബൈനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ എംപ്റ്റി സെറ്റും ഒരു ബൈനറി ഓപ്പറേഷനും കൂടിയതാണ്. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു റിങ്. അപ്പോൾ ഒരു റിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു ആൾജിബ്രൈക് സ്ട്രക്ചറാണ്. അവിടെ ഒരു നോൺ എംപ്റ്റി സെറ്റും അത് നമ്മൾ ഡിനോട്ട് ചെയ്യുക ആർ, പിന്നെ രണ്ട് ഓപ്പറേഷൻസ് ഉണ്ടാവും, രണ്ട് ബൈനറി ഓപ്പറേഷൻസ്, ഒന്ന് പ്ലസ്, ഒന്ന് അഡീഷൻ, ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഒരു റിംഗ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇറ്റ് ഈസ് ആൻ ആൾജിബ്രൈക് സ്ട്രക്ചർ ഹാവിങ് ടു ബൈനറി ഓപ്പറേഷൻസ്, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, അത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്യുന്നത് ഓരോ സെറ്റിനനുസരിച്ച് മാറി മാറി ഡിഫൈൻ ചെയ്യാം. ചിലപ്പോൾ അഡീഷൻ മോഡിലോ 2 ആയിരിക്കും, അഡീഷൻ മോഡിലോ 3 ആയിരിക്കും, അങ്ങനെയൊക്കെ വരാം. അത് ആ സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു ആൾജിബ്രൈക് സ്ട്രക്ചറിനെ നമ്മൾ ഒരു റിംഗ് എന്ന് പറയുക? ഡെഫിനേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതാണ്: എ റിംഗ് ഈസ് ആൻ ആൾജിബ്രൈക് സ്ട്രക്ചർ ആർ പ്ലസ് ഡോട്ട് കൺസിസ്റ്റിംഗ്, അതിൽ ആർ എന്നുള്ള നോൺ എംപ്റ്റി സെറ്റ് ആണ്, ആൻഡ് ടു ബൈനറി ഓപ്പറേഷൻസ് കാൾഡ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. അഡീഷൻ നമ്മൾ പ്ലസ് എന്ന സൈൻ കൊണ്ടും മൾട്ടിപ്ലിക്കേഷൻ ഡോട്ട് കൊണ്ടും ഡിനോട്ട് ചെയ്യും. ഇൻ ആർ ദാറ്റ് ദ ഫോളോവിങ് ആക്സിയംസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ആ ബൈനറി സ്ട്രക്ചർ ആൾജിബ്രൈക് സ്ട്രക്ചേഴ്സ് താഴെ പറയുന്ന ആക്സിയംസ് സാറ്റിസ്ഫൈ ആണ്. അപ്പോൾ ഗ്രൂപ്പ് ആകുമ്പോൾ നമ്മൾ ആക്സിയത്തിന് നമ്മൾ G1 G2 G3 എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ആക്സിയത്തിന് നമ്മൾ പേര് കൊടുത്തത് R1 R2 R3. അപ്പോൾ റിംഗ് ആകുമ്പോൾ R, നമ്മൾ ഇവിടെ സ്ട്രക്ചർ എഴുതുമ്പോൾ അതെ ആർ പ്ലസ് ഡോട്ട് റിംഗ് എന്നുള്ളതിന്. ഓക്കെ, ഗ്രൂപ്പ് ആകുമ്പോൾ G സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആക്സിയംസ്, ഒന്നാമത്തെ ആക്സിയം ആർ പ്ലസ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. ആർ വിത്ത് അഡീഷൻ, ആർ എന്ന സെറ്റ് വിത്ത് അഡീഷൻ എന്തായിരിക്കണം? അതൊരു അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കണം. അബീലിയൻ ഗ്രൂപ്പ് ആവണം വെച്ചാൽ അവിടെ എന്തുണ്ടാവണം? അഡീഷൻ എന്നുള്ളത് ക്ലോസ്ഡ് ആയിരിക്കണം, അസോസിയേറ്റിവിറ്റി സാറ്റിസ്ഫൈ ചെയ്യണം, ഐഡന്റിറ്റി ഉണ്ടാവണം, എല്ലാ എലമെന്റ്സിനും അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവണം. പോരാത്തതിന് അഡീഷൻ എന്നുള്ളത് അബീലിയൻ ആയിരിക്കണം, അതായത് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ എന്ന രൂപത്തിൽ സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് R1 ആക്സിയം. ഓക്കെ, അപ്പോൾ R1 ആക്സിയം ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഗ്രൂപ്പാണ്, അബീലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ടാമത്തെ R2 ആക്സിയം. R2 ആക്സിയം പറയണത് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്, അതായത് എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി ഇങ്ങനെ എഴുതാൻ പറ്റണം. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡോട്ടിൻ്റെ എ ഡോട്ട് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡോട്ട് സി എന്ന് എഴുതാൻ പറ്റണം. അത് നമ്മൾ അങ്ങനെ ആവുകയാണെന്ന് നമ്മൾ പറയും R2 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. അതിന് മൂന്നാമത്തെ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം. ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആൻഡ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറഞ്ഞതാണ് എ ഡോട്ട് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. ഓക്കെ, എ ആണ് പുറത്ത്, ഡോട്ട് പുറത്തും അഡീഷൻ എന്നുള്ളത് ബ്രാക്കറ്റിലും ആണെങ്കിൽ എ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് സി. അതേപോലെ എ പ്ലസ് ബി ഡോട്ട് സി, അതായത് നമ്മളെ ബ്രാക്കറ്റിൽ ലെഫ്റ്റ് സൈഡിലും ഡോട്ട് സി എന്നത് റൈറ്റ് സൈഡിലും വരികയാണെങ്കിൽ, അതായത് ഡോട്ടിലാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. ഓക്കെ, ബ്രാക്കറ്റിൽ എപ്പോഴും അഡീഷൻ ആയിരിക്കും, പുറത്ത് നമ്മൾ എന്താണ് നമ്മളെ ഓപ്പറേഷൻ എന്നുള്ളത് പുറത്തുള്ള ഓപ്പറേഷൻ ആയിരിക്കും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാവുക റിങ്ങിൽ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഡോട്ട് ചെയ്യണമെങ്കിൽ അതിനെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നും, റൈറ്റ് സൈഡിലാണ് ചെയ്യണമെങ്കിൽ അതിനെ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്നും സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ആർ പ്ലസ് എന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പ് ആവണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും അസോസിയേറ്റിവിറ്റി ആയിരിക്കണം. ഓക്കെ, പിന്നെ ഏത് എ ബി സി എടുത്താലും ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇത് മൂന്ന് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ആൾജിബ്രൈക് സ്ട്രക്ചറിനെ നമ്മൾ റിംഗ് എന്ന് വിളിക്കും. ഓക്കെ,
ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ പ്രോബ്ലം ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും എക്സാം ചോദിക്കുക പ്രൂവ് ദാറ്റ് ദിസ് ഈസ് എ റിംഗ്, അതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, പ്രൂവ് ദാറ്റ് ദ ഫോളോവിങ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആർ റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഓർഡിനറി അഡീഷൻ ആൻഡ് ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ Z. അപ്പോൾ Z എന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. Z കോമ ഓർഡിനറി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഓർഡിനറി അഡീഷൻ. അപ്പോൾ Z പ്ലസ് ഡോട്ട്, സാധാരണ പ്ലസ് എന്ന് പറഞ്ഞാൽ സാധാരണ അഡീഷൻ, ഡോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ. ഇത് ഒരു റിംഗ് ആണ്, പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈസ് എ റിംഗ്. അപ്പോൾ ഇത് റിംഗ് ആവണം ഏതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? R1 ആക്സിയം, R2 ആക്സിയം, R3 ആക്സിയം, മൂന്നെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ R1 ആക്സിയം, R2 ആക്സിയം, R3 ആക്സിയം ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, നമ്മൾ രണ്ട് ബൈനറി ഓപ്പറേഷൻസ് വരില്ലേ, അത് രണ്ടും ക്ലോസ്ഡ് ആണ് കാണിക്കണം. അതായത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് കാണിക്കണം. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ ബൈനറി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്താൽ അതിന് ആൻസർ അതേ സെറ്റിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റിൽ അഡീഷൻ ഒരു ക്ലോസ്ഡ് ആണ് കാണിക്കണം. അതായത് സെറ്റിനകത്ത് ഏത് രണ്ട് നമ്പേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും സെറ്റിനകത്ത് ഉണ്ടെന്നും, അതേപോലെ സെറ്റിനകത്ത് ഏത് രണ്ട് എലമെന്റ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും സെറ്റിനകത്ത് ഉണ്ടെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ അത് ട്രിവിയൽ കേസാണ്. നമ്മൾ പറയുന്നതാണ് വി നോ ദാറ്റ് ദ സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് ഈസ് അഗെയിൻ ആൻ ഇൻറ്റിജർ, അല്ലേ? ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഒരു ഇൻറ്റിജർ കിട്ടും. സോ സെറ്റ് ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ, അഡീഷനിൽ ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ രണ്ട് ഇൻറ്റിജർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 2 × 3 നമുക്ക് 6 എന്നാണ് കിട്ടുക, അല്ലേ? അതായത് ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുക മറ്റൊരു ഇൻറ്റിജർ ആണ്. സോ we can say that set is closed with respect to multiplication. അപ്പോൾ സെറ്റ് എന്നത് അഡീഷനിലും ക്ലോസ്ഡ് ആണ്, മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് അഡീഷൻ ആർ ടു ബൈനറി ഓപ്പറേഷൻസ് ഓൺ Z. സെറ്റിനകത്ത് രണ്ട് ബൈനറി ഓപ്പറേഷൻസ് ആണ്, അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഇനി R1 ആക്സിസ് സാറ്റിസ്ഫൈ ചെയ്യണം. R1 ആക്സിസ് എന്ന് പറഞ്ഞാൽ Z പ്ലസ് എന്നത് ഒരു അബീലിയൻ ഗ്രൂപ്പാണ്. അപ്പോൾ Z പ്ലസ് അബീലിയൻ ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ആദ്യം Z ഈസ് ക്ലോസ്ഡ് കാണിച്ചു നമ്മൾ, അല്ലേ? Z ഈസ് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു അഡീഷൻ. ഇത് നമ്മൾ പ്രൂവ് ചെയ്തു, അല്ലേ? ഏത് രണ്ട് ഇൻറ്റിജർ എടുത്ത് ആഡ് ചെയ്താലും അതിനകത്തുണ്ടാവും. ഇതാണ് ഇപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്തു. ഇനി അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? അല്ലേ? അസോസിയേറ്റിവിറ്റി പ്രൂവ് ചെയ്യണം. അതായത് A plus B plus C is equal to A plus B plus C. ഇതാണ് രണ്ടാമത് പ്രൂവ് ചെയ്യേണ്ടത്, അസോസിയേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഏത് Z എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ അഡീഷൻ എന്ന ഓപ്പറേഷൻ എടുക്കുമ്പോൾ അതെന്താണ്? അസോസിയേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ Z എന്ന സെറ്റിനകത്ത്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിനകത്ത് ഏത് നമ്മൾ നമ്പേഴ്സ് എടുത്താലും അത് ഏത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതായത് A plus B plus C is equal to A plus B plus C for every A comma B comma C belongs to Z. So this is associative. അപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. അതേപോലെ അഡീഷൻ എന്നുള്ളത് എന്താണ്? അസോസിയേറ്റീവ് ആണ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി ഉണ്ടാവണം, അല്ലേ? അഡീഷനിൽ ഐഡന്റിറ്റി ആരാ? 0 ഇസ് ഐഡന്റിറ്റി, അല്ലേ? 0 ഇസ് ദ ഐഡന്റിറ്റി, ഇസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ രണ്ട് ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ നമ്മളോട് ഓപ്പറേഷൻ പറയണം. 0 ഇസ് ദ അഡിറ്റീവ് ഐഡന്റിറ്റി ഓഫ് സെറ്റ്. സെറ്റ് എന്ന സെറ്റിനകത്തെ അഡിറ്റീവ് ഐഡന്റിറ്റി ആരാണ്? 0 ആണ്. ആ 0 എവിടെ ഉണ്ട്? ഇൻറ്റിജേഴ്സിനകത്തുണ്ട്, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിനകത്തുണ്ട്. സോ ഐഡന്റിറ്റി എക്സിസ്റ്റ്. ഐഡന്റിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐഡന്റിറ്റി എക്സിസ്റ്റ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഐഡന്റിറ്റി കിട്ടി. ഇനി ഇൻവേഴ്സ് ഉണ്ടാവണം. അപ്പോൾ നമുക്കറിയാം ഫോർ എവരി A belongs to Z there exists minus A belongs to Z. ഏത് A എടുത്താലും അവിടെ എന്തുണ്ട്? മൈനസ് എ ഉണ്ടാവും. സച്ച് ദാറ്റ് A plus minus A is equal to 0 is equal to minus A plus A. അല്ലേ? ഏതൊരു A എടുത്താലും അതിന് നെഗറ്റീവ് ഉണ്ടാവും അവിടെ.
നമ്മൾ പറയാ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നാണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അഡിറ്റീവ് ഐഡന്റിറ്റി ആയ 0 കിട്ടും. സോ ഫോർ എവറി എലമെന്റ് എ ബിലോങ്സ് ടു സെറ്റ് ദർ എക്സിസ്റ്റ് ആൻ അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പോൾ ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആണ്, ഐഡന്റിറ്റി 0 ഉണ്ട്. പോരാത്തതിന് ഏത് എലമെന്റ് എടുത്താലും അവിടെ അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അഡിറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം ഫോർ എവറി എ കോമ ബി ബിലോങ്സ് ടു സെറ്റ്, ഏത് എ ബി എടുത്താലും എ പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? ബി പ്ലസ് ആണ്. സോ ജി നമുക്ക് എന്തറിയാം? ജി ഫോർ ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അതായത് അബീലിയൻ ആണ്. സോ സെഡ് പ്ലസ് ഈസ് അബീലിയൻ. സെഡ് പ്ലസ് എന്നുള്ളത് എന്താണ്? ഈസ് അബീലിയൻ. അപ്പൊ നമുക്ക് കിട്ടി അഡീഷൻ ക്ലോസ്ഡ് ആണ്, അഡീഷൻ അസോസിയേറ്റീവ് ആണ്, സെഡിനകത്ത് 0 എന്നുള്ള അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. ഏത് എലമെന്റ് എടുത്താലും അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയി മൈനസ് എവിടെ ഉണ്ട്? സെഡിനകത്തുണ്ട്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അതേപോലെ ഫോർ എവറി എ കോമ ബി ബിലോങ്സ് ടു സെഡ് വി ഹാവ് എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. സോ സെഡ് പ്ലസ് ഈസ് അബീലിയൻ ഗ്രൂപ്പ്. സെഡ് പ്ലസ് ഈസ് എൻ അബീലിയൻ ഗ്രൂപ്പ്. അതായത് R1 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. നമ്മൾ എന്തെടുത്തു? R1 ആക്സിയം എടുത്തു. അഡീഷൻ ഓഫ് ഇൻഡിജേഴ്സ് ഈസ് എൻ അസോസിയേറ്റീവ് ഓപ്പറേഷൻ. That is a plus b plus c is equal to a plus b plus c for every a comma b comma c belongs to Z. The integer 0 is such that a plus 0 is equal to a is equal to 0 plus a എഴുതാം. For all a belongs to Z and 0 belongs to Z. Therefore 0 belongs to Z is the additive identity. Identity exists ചെയ്യുന്നുണ്ട്. പിന്നെ for every a belongs to Z there exists minus a belongs to Z. ഏത് എ എടുത്താലും അവിടെ മൈനസ് എ ഉണ്ടാവും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. Therefore മൈനസ് എ ബിലോങ്സ് ടു സെറ്റ് ഇസ് ദ അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് എ. എയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് എ ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അത് സെറ്റിനകത്ത് ഏത് എലമെന്റ് എടുത്താലും അതിന് അഡിറ്റീവ് ഐഡന്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പോരാത്തതിന് അഡീഷൻ എന്നുള്ളത് എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് ഓപ്പറേഷൻ ആണ്. സോ എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു സെറ്റ്. Therefore Z plus is an abelian group. ഇനി നമുക്ക് R1 ആക്സിയം കഴിഞ്ഞു. ഇനി R2 ആക്സിയം. R2 ആക്സിയം എന്താ പറഞ്ഞത്? അതായത് മൾട്ടിപ്ലിക്കേഷൻ എ ഡോട്ട് ബി ഡോട്ട് സി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? എ ഡോട്ട് ബി ഡോട്ട് സി. ഇത് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം Z എന്ന് പറഞ്ഞ സെറ്റ് ഇൻഡിജർ ആണ്. ഏത് ഇൻഡിജറും മൾട്ടിപ്ലിക്കേഷനിൽ എന്താണ്? അസോസിയേറ്റീവ് ആണ്. സോ R2 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, കാരണം ഇവിടുത്തെ Z എന്നത് എന്താണ്? ഇൻഡിജേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ സബ്ട്രാക്ഷൻ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ അസോസിയേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് പറയാം? മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. സോ ഇത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സ് ഇസ് എൻ അസോസിയേറ്റീവ് ഓപ്പറേഷൻ. Therefore എ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി ഫോർ എവരി എ കോമ ബി ബിലോങ്സ് ടു Z. അപ്പോൾ R2 ആക്സിയം സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് R3 ആക്സിയം കൂടി വേണം. അതിനു വേണ്ടിയിട്ട് R3 ആക്സിയം എടുക്കാണ്. R3 ആക്സിയം എന്താ പറഞ്ഞത്? അതായത് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഫോർ എവരി എ കോമ ബി കോമ സി ബിലോങ്സ് ടു ആർ എടുത്തു. സോറി, ഇവിടെ സെഡ് ആണ്. സെഡിനകത്ത് ഏത് എ ബി സി എടുത്താലും വി ഹാവ് എ ഇൻറ്റു ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി അല്ലെ? ഏത് റിയൽ നമ്പർ ഏത് രണ്ട് ഇൻഡിജേഴ്സ് എടുത്താലും എ ഇൻറ്റു ബി പ്ലസ് സി നമുക്ക് എ ബി പ്ലസ് എ സി എന്ന് എഴുതാം. അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു സി നമുക്ക് എന്ന് എഴുതാം ഈക്വൽ ടു എ സി പ്ലസ് ബി സി. സോ അവിടെ എന്ത് പറയാൻ പറ്റും? ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore R plus satisfies, like Z plus satisfies the R3 axiom. Therefore we know that for every a comma b comma c belongs to Z, a into b plus c is equal to ab plus ac and a plus b into c is equal to ac plus bc. Therefore both the left distributive law and right distributive law satisfied. അപ്പോൾ നമുക്ക് R1 ആക്സിയം കിട്ടി. R1 ആക്സിയം എന്താ?
അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ്, ബൈനറി ഓപ്പറേഷൻ ആണ്. അതേപോലെ z പ്ലസ് എന്ന ബൈനറി ഓപ്പറേഷൻ എന്നുള്ളത് എന്താണ്, അസോസിയേറ്റീവ് ആണ്. അതിന് ഐഡന്റിറ്റി 0 ബിലോങ്സ് ടു z ഉണ്ട്. അതിന്റെ ഏത് എലമെന്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ട്. ദർഫോർ അതെന്ത് പറയാൻ പറ്റും, അത് അബീലിയനുമാണ്, അഡീഷൻ എന്നുള്ള അബീലിയനാണ്. ദർഫോർ z പ്ലസ് ഇസ് ആൻ അബീലിയൻ ഗ്രൂപ്പ്. അപ്പോൾ R1 ആക്സിനെ സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള അസോസിയേറ്റീവ് ആണ്, അപ്പോൾ R2 ആക്സിനെ സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത്തെ ഫോർ എവരി a, b, c belongs to z we have a into b plus c is equal to ab plus ac and a plus b into c is equal to ac plus bc. Therefore distributive law satisfied. Therefore we can say that z of all integers is a ring with respect to ordinary addition and multiplication. Thank you.